സിനിമയിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന നടിയായ കനകയുടെ ജീവിതം ഏറെക്കാലമായി ദുരൂഹത നിറഞ്ഞതാണ്. അമ്മ ദേവികയുടെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയ കനക ചെന്നൈയിലെ തന്റെ വീട്ടിലേക്ക് ഒതുങ്ങിക്കഴിയുകയാണെന്നതും പുറം ലോകവുമായി ബന്ധം കനകയ്ക്കില്ലെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. അയൽപക്കത്തുള്ളവരുമായി പോലും നടി സംസാരിക്കാറില്ലെന്നാണ് വിവരം. ഇടയ്ക്ക് ശരീരഭാരം കൂടിയ കനകയുടെ ചിത്രവും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ നടിയുടെ പിതാവ് ദേവദാസ് പങ്കുവച്ച ചില വിവരങ്ങളാണ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. പഴയകാല നടിയായിരുന്നു കനകയുടെ അമ്മ ദേവിക. ദേവദാസ് എന്നാണ് പിതാവിന്റെ പേര്. കനകയുടെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും വേർപിരിഞ്ഞതാണ്. ദേവദാസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അച്ഛനിൽ നിന്നും കനക അകന്നു നിൽക്കുകയാണ്. നിയമപ്രകാരം താനും ദേവികയും പിരിഞ്ഞിട്ടില്ല. ഇന്നും അവൾ എൻ്റെ ഭാര്യ തന്നെയാണ്. സ്വത്തുക്കളിൽ എനിക്കും അവകാശമുണ്ട്. മകൾക്ക് വിട്ടുകൊടുത്തതാണ്. അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ കനകയ്ക്ക് 17 വയസ്സാണ്. പ്രായപൂർത്തിയായിട്ടില്ലാത്തതിനാൽ അഭിനയിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുത്തത് വാസ്തവമാണ്. അഭിനയിക്കുന്നതിന് പകരം പഠിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കോടതിയിൽ കേസ് വന്നു. കനകയുടെ തീരുമാനമറിഞ്ഞ് വിധി പറയൂവെന്ന് ജഡ്ജി പറഞ്ഞു. കനകയെ വിളിച്ചു. അമ്മയ്ക്ക് നിന്നെ അഭിനയിപ്പിക്കണമെന്നാണ്, അച്ഛന് പഠിപ്പിക്കണമെന്നും. ഇതിലേതാണ് നിനക്ക് വേണ്ടതെന്ന് കനകയോട് ചോദിച്ചു. അമ്മയുടെ പാതയിൽ പോകണമെന്ന് കനക മറുപടി നൽകി. കേസിൽ ഞാൻ തോറ്റു. കനകയുടെ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. മകൾ പഠിക്കാത്തതിൻ്റെ ദേഷ്യമുണ്ടായിരുന്നു. ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നയാളാണ് ഞാൻ. വയസ്സായി, കനകയ്ക്ക് മാർക്കറ്റ് പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു ഡോക്ടറായിരുന്നെങ്കിൽ ഇങ്ങനെ വീടിനുള്ളിൽ കഥകടച്ചിരിക്കേണ്ടി വരുമായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ മകൻ കനകയുടെ വീട്ടിൽ പോയതാണ്. ദുബായിൽ നിന്ന് വന്നതായിരുന്നു. കഥകടച്ച അപ്പുറത്തു നിന്നാണ് അവനോട് സംസാരിച്ചത്. എനിക്കിപ്പോൾ 100 കിലോയായി. കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഇക്കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. മറുപടിയില്ല. മകളെ നേരിട്ട് കണ്ടിട്ട് 12 വർഷത്തിലേറെയായി. എനിക്കിപ്പോൾ 88 വയസ്സായി. കനകയെ സംരക്ഷിക്കാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. അവളാണ് ആരെയും അടുപ്പിക്കാത്തതെന്നും ദേവദാസ് പറയുന്നു. കനകയ്ക്ക് പൊതുസമൂഹത്തിൽ ജീവിച്ച് പരിചയമില്ലെന്നും ദേവദാസ് പറയുന്നുണ്ട്. സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള ബുദ്ധിയില്ല. കാരണം വീട്ടിൽ നിറയെ നായകളും പൂച്ചകളും ഒക്കെയാണ്. വൃത്തികേടായിരിക്കുന്നെന്ന് ചുറ്റുമുള്ളവർ പറയുന്നു. ആരെയും വിശ്വസിക്കുന്നില്ല. സ്വയമെങ്കിലും വിശ്വസിച്ചുകൂടെ? സ്വതന്ത്രമായി ജീവിക്കേ. 4 ആൾക്കാരെ കണ്ട് സംസാരിക്കെന്നും ദേവദാസ് കനകയോടായി പറഞ്ഞു. മകൾ എപ്പോൾ വന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കനകയെ സാധാരണ മനുഷ്യസ്ത്രീയാക്കി മാറ്റേണ്ടതുണ്ടെന്നും ദേവദാസ് പറഞ്ഞു. സിനിമാ രംഗത്ത് നിന്നും വർഷങ്ങളായി മാറി നിൽക്കുകയാണ് കനക. ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി എന്നീ സൂപ്പർ ഹിറ്റായ മലയാള സിനിമകളിൽ നായികയായി എത്തിയ കനക അക്കാലത്ത് തമിഴകത്തും തിരക്കുള്ള നടിയായിരുന്നു. കുറച്ചുകാലം മാത്രമേ നടി സിനിമാ രംഗത്തുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചെയ്ത സിനിമകളിൽ ഭൂരിഭാഗവും ഹിറ്റായി.